നൽകാൻ ദൈവം കുടുംബത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവപരമായ ഒരു യാഥാർത്ഥ്യമായി ഈശോയെ പിതാവ് നമ്മുടെ കുടുംബത്തിന് നൽകി. തന്റെ ഏകജാതൻ നൽകാൻ തക്ക വിധം ദൈവം നമ്മുടെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ ആഗമന കാലത്ത് ക്രിസ്മസിന് ഉള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരമൊരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. ഏകജാതനെ നൽകുക, എന്താണ് അതിന്റെ അർത്ഥം? ഏകജാതനെ നൽകുക. ഒന്നാമത്തെ അർത്ഥം, തന്റെ ഏകജാതൻ മനുഷ്യനായി അവതരിച്ച ആ സംഭവം തന്നെയാണ്. തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിക്കാൻ തക്ക വിധം ദൈവം നമ്മുടെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. അതിന് മറ്റൊരർത്ഥവും തീർച്ചയായും ഉണ്ട്. എന്താണ് നൽകാൻ തക്ക വിധം? നമ്മുടെ പാപ പരിഹാരമായി നൽകാൻ തക്ക വിധം, വിട്ടുകൊടുക്കാൻ തക്ക വിധം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ബ്രോഡായിട്ടുള്ള ഒന്നാണ്, വളരെ ജനറൽ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ നിന്റെ കുടുംബത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നൽകാൻ തക്ക വിധം. അതുകൊണ്ട് എന്താ ഗുണം? ആ ഈശോയിൽ വിശ്വസിക്കുന്നവര് നശിച്ചു പോവുകയില്ല. ഈ കുടുംബത്തിലെ ഈശോയിൽ വിശ്വസിക്കുന്നവരായുള്ള നിങ്ങൾ ആരും നശിച്ചു പോവുകയില്ല. എന്ന് മാത്രമല്ല, നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവര്, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മള് കാൽവരിയിലും ബെത്ലഹേമിലും കാൽവരിയിലും കാണും. പക്ഷേ ഓർക്കുക, ആ ബെത്ലഹേം നിങ്ങളുടെ കുടുംബമായി മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് പിറന്നു വീഴുന്ന ഈശോ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ്. ഒപ്പം കാൽവരി, അതും നിങ്ങളുടെ കുടുംബമായി മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ. നമ്മള് യോഹന്നാന്റെ 1-ാം ലേഖനത്തില് 4-ാം അധ്യായത്തില് 16-ാം വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് വായിക്കുന്നത്: ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിശ്വാസികളുടെ ഒരു ഭവനമാണ് നമ്മുടേത്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? എന്തിലാണ് വിശ്വസിക്കുന്നത്? അതാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 4:16 വായിക്കുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ അതിൽ? എന്താണ് ഈ അത്? സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം എന്നത് സ്നേഹത്തിലുള്ള വിശ്വാസമാണ്. സത്യത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്?
നമ്മുടെ കുടുംബത്തിലാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുന്നു. എങ്ങനെ അറിയുന്നു? എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ അങ്ങ് തന്നല്ലോ. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഭാര്യയെ തന്നല്ലോ. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെയുള്ള മക്കളെ തന്നല്ലോ. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെയുള്ള മാതാപിതാക്കളെ തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് പ്രായോഗികമായി നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹം. കുടുംബത്തിലെ സ്നേഹത്തിൽ വിശ്വസിക്കുക. കുടുംബത്തിലെ സ്നേഹത്തിൽ വിശ്വസിക്കുക. ഇപ്പോഴുള്ള അവസ്ഥ എന്തായാലും, ഏതൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അലട്ടുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ബന്ധങ്ങൾ ഉലച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തിന് ചിലരെങ്കിലും വല്ലാത്ത ചില ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും, ക്രിസ്തു വിശ്വാസം സ്നേഹത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം. ദൈവ സ്നേഹത്തിന്റെ ശക്തിയുള്ള വിശ്വാസം എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള പ്രതിസന്ധി, സ്നേഹത്തിന്റെ പ്രതിസന്ധിയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലൊക്കെ, അല്ലെങ്കിൽ അയൽക്കാർ തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹത്തിന്റെ കരുത്തിൽ വിശ്വസിക്കുക. സ്നേഹത്തിന് ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ദൈവ സ്നേഹത്തിന്റെ മറുപുറമാണല്ലോ മനുഷ്യ സ്നേഹം. ദൈവ സ്നേഹം ആവോളം നുകർന്ന മനുഷ്യരെ നമ്മെപ്പോലെ അല്ല, ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാൻ കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാള് ദൈവസ്നേഹത്തിൽ ശരിക്കങ്ങോട്ട് ഊളിയിട്ട് ഇറങ്ങിയെന്ന്, ദൈവസ്നേഹത്തിൽ വളർന്നുവെന്ന്, ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടുവെന്ന് എങ്ങനെ മനസ്സിലാകും? അയാൾക്ക് ദൈവസ്നേഹം ശരിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലാകും? അയാളുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ശൈലികളും, സ്നേഹത്തിന്റെ സംസാരങ്ങളും, സ്നേഹത്തിന്റെ ചിന്തകളും, സ്നേഹത്തിന്റെ നിലപാടുകളും, സ്നേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളും അയാളുടെ നോക്കിലും വാക്കിലും നടപ്പിലും മട്ടിലും നിലപാടുകളിലുമൊക്കെ ആത്മാർത്ഥതയോടെ പ്രതിഫലിക്കുമ്പോൾ ഉറപ്പിക്കാം, അയാൾ ദൈവസ്നേഹത്തിൽ ശരിക്ക് നിറങ്ങിക്കഴിഞ്ഞു. അല്ല, ദൈവസ്നേഹം അയാളിലേക്ക് ശരിക്ക് ആഴത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ദൈവമേ, സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിന്റെ മഹോത്സവമായി ഓരോ നിമിഷവും ആചരിക്കട്ടെ. കർത്താവേ, ഈ ഭൂമിയിൽ എത്ര ചുരുങ്ങിയ സമയമാണ് ഞങ്ങൾക്കുള്ളത്. ആ ചുരുങ്ങിയ സമയം സ്നേഹം കൊണ്ടൊരു നിത്യത തീർക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പകർന്നു തരണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, റോമക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായത്തില് 5-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണത്? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് സ്വന്തമായ ഒരു സ്നേഹമില്ല കേട്ടോ. നമ്മുടേതെന്ന് പറയാനായി നമ്മുടെ സ്വന്തമായ സോഴ്സിൽ സ്നേഹമില്ല. സ്നേഹത്തിന് ഒറ്റ സോഴ്സേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവമാകുന്ന മഹാസോഴ്സിൽ നിന്ന് പരിശുദ്ധാത്മാവുന്ന ആ വലിയ ഹോസിലൂടെ അതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്രമാത്രം ദൈവസ്നേഹം ചൊരിഞ്ഞ് ലഭിക്കുമോ അത്രമാത്രം നമ്മൾ സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊണ്ട് ഒരു കൂട് പണിയാം, അല്ലെ? ഒരു വീട് പണിയാം. നല്ല പാട്ടാണ്, സുന്ദരമായ പാട്ടാണ്. ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന വിഷയത്തിന് പറ്റിയൊരു പാട്ടാണ്. ഇന്ന് പാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാട്ട് ഒന്ന് പാടാൻ മനസ്സ് വെച്ചാൽ വളരെ നന്നായിരുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമേ, സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വാഴണമേ. സ്നേഹം വാഴണമേ. ഞങ്ങളുടെ നോട്ടങ്ങളിൽ അങ്ങ് വാഴണമേ. സ്നേഹം വാഴണമേ. ഞങ്ങളുടെ വാക്കുകളിൽ സ്നേഹം വാഴണമേ. ഞങ്ങളുടെ നിലപാടുകളിൽ സ്നേഹം വാഴണമേ. ഞങ്ങളുടെ ഭക്ഷണമേശകളിൽ സ്നേഹം വാഴണമേ. ഞങ്ങളുടെ പഠനങ്ങളിൽ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ഓരോ ഉത്തരവാദിത്വ നിർവഹണത്തിലും ദൈവമേ അങ്ങ് വാഴണമേ. സ്നേഹം വാഴണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.